കൂട്ടുകാരെ, നന്മണിയുടെ കൂട്ടുകാരെല്ലാവരും എവിടെയാ? നമുക്ക് ഇന്ന് അത്യാഗ്രഹിയായ ഒരു കുട്ടിയുടെ കഥ കേട്ടാലോ? ദൂരെ ദൂരെ ഒരു സ്ഥലത്ത് ബാലു എന്നു പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ വല്ലാത്ത അത്യാഗ്രഹിയായിരുന്നു. എന്ത് കിട്ടിയാലും അവനൊന്നും സംതൃപ്തിപ്പെടില്ല. വീണ്ടും വീണ്ടും വേണം എന്ന ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. അതോടൊപ്പം അവന് വേറൊരു ദുസ്വഭാവം കൂടി ഉണ്ടായിരുന്നു. എന്താണെന്നോ, എവിടെ എന്ത് വെറുതെ കിട്ടിയാലും അവനത് വേഗം വാങ്ങി കയ്യിൽ വയ്ക്കും. തനിക്കത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും കാര്യമാക്കില്ല. അങ്ങനെയിരിക്കെ ഒരു ഉച്ച ദിവസം അവൻ സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് വീടിൻ്റെ തൊട്ടടുത്തായി നിരനിരയായ ആളുകൾ നിൽക്കുന്നത് കണ്ടു. അതൊരു വലിയ ക്യൂ ആയിരുന്നു. ഇതെന്താ സംഭവം? അവനൊന്ന് ആലോചിച്ചു. എന്നിട്ടോ അതിനടുത്തേക്ക് ചെന്ന് ഏറ്റവും പുറകിലായി നിന്ന ആളോട് ചോദിച്ചു, ഇതെന്താ ഇവിടെ നടക്കുന്നത്? എന്താ ആളുകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നതെന്ത്? അപ്പോൾ അയാൾ പറഞ്ഞു, കണ്ടില്ലേ, ഏറ്റവും മുന്നിലായി ഒരു മധുര പലഹാരക്കടയാണുള്ളത്. അയാൾ ഒരുപാട് മധുരങ്ങൾ അവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ആണോ? വലിയ താല്പര്യമില്ലാതെ ബാലു ഒന്ന് മൂളി. അപ്പോഴാണ് അയാൾ വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞത്. അതെല്ലാം ആളുകൾക്ക് വെറുതെ കൊടുക്കുന്നതാണ്. അതിനായി പണമൊന്നും നൽകേണ്ടതില്ല. ആഹാ, അത് കൊള്ളാം. ബാലുവിന് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒട്ടും താമസിച്ചില്ല, അവനും ആളുകളുടെ പുറകിലായി നിൽക്കാൻ ആരംഭിച്ചു. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഊഴമെത്തി. എന്നിട്ടോ അവന് കൈ നിറയെ മധുര പലഹാരങ്ങൾ കിട്ടുകയും ചെയ്തു. ഒട്ടും താമസിച്ചില്ല, അവൻ വേഗം തന്നെ അത് ആസ്വദിച്ച് കഴിച്ച് മുഴുവൻ തൻ്റെ വയറിനകത്താക്കി. കിട്ടിയ മധുരപലഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവനത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ആഹാ, ഇത് കൊള്ളാം. ഒട്ടും താമസിച്ചില്ല, വെറുതെ കിട്ടുന്നതല്ലേ. വീണ്ടും അവൻ പുറകിൽ നിന്ന ആളുകളുടെ തൊട്ടു പുറകിലായി വീണ്ടും പോയി നിന്നു. എന്നിട്ടോ അവൻ്റെ ഊഴമെത്തിയപ്പോൾ വീണ്ടും കൈനിറയെ വാങ്ങി. അതങ്ങനെ ഒന്നും രണ്ടും തവണയല്ല, ഒരുപാട് തവണ ആവർത്തിച്ചു. അവസാനം അത് തിന്ന് തൻ്റെ വയറ് പൊട്ടാറായി എന്ന അവസ്ഥ വന്നപ്പോൾ അവൻ തിരിച്ചു വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ വീട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ ശരിക്കുമുള്ള രസം തുടങ്ങിയത്. എന്താണെന്നോ, വൈകുന്നേരമായപ്പോഴേക്കും കഴിച്ച മധുരപലഹാരങ്ങളൊക്കെ പണി തുടങ്ങി. അവന് വല്ലാതെ വയറുവേദന എടുക്കാൻ തുടങ്ങി. എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ കഴിച്ചിട്ടും അവൻ ആ വേദന മാറുന്നുണ്ടായിരുന്നില്ല. അവൻ വല്ലാതെ ഛർദ്ദിക്കാൻ തുടങ്ങി. അയ്യോ, ഒട്ടും വയ്യ, എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് വല്ലാതെ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അപ്പോൾ തന്നെ അവൻ്റെ മാതാപിതാക്കൾ അവനെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി. പക്ഷെ ഉച്ചയ്ക്ക് നടന്ന സംഭവമൊന്നും പാവം മാതാപിതാക്കൾ അറിഞ്ഞില്ലായിരുന്നു. ഡോക്ടർ അവനോട് ചോദിച്ചു, ബാലു, നിനക്ക് എന്തു പറ്റി? നീ ഇന്ന് എന്താ കഴിച്ചത്? എന്തെങ്കിലും സാധാരണ കഴിക്കാത്ത ആഹാരങ്ങൾ കഴിച്ചോ എന്ന് ചോദിച്ചു. പേടിച്ചുപോയ ബാലു വേഗം അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, തനിക്ക് പറ്റുന്ന ആഹാരങ്ങൾ കഴിച്ചാൽ പോരെ, നിന്റെ വയറിന് അത് താങ്ങാവുന്നതിനൊരു പരിധിയില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഡോക്ടർ അവന് മെഡിസിനൊക്കെ കൊടുത്തു. എന്നിട്ട് ഡോക്ടർ അവനോട് പറഞ്ഞു, നിന്റെ ഒരു കൺട്രോളുമില്ലാത്ത ഇനിയും വേണം എന്നുള്ള ഈ അത്യാഗ്രഹം എപ്പോഴും നിന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയി ചാടിക്കും. അതിനാൽ തന്നെ നിനക്ക് ആവശ്യമുള്ളത് മാത്രം നീ കഴിക്കുകയും എടുക്കുകയും എന്ത് കാര്യത്തിലാണെങ്കിലും ചെയ്യുക. വെറുതെ കിട്ടുമെന്ന് കരുതി നിന്റെ അത്യാഗ്രഹം അവിടെ എടുക്കരുത്. അത് നിന്നെ വലിയ വലിയ പ്രശ്നങ്ങളിൽ കൊണ്ടുപോയി ചാടിക്കുമെന്ന് നല്ലൊരു ഉപദേശവും കൊടുത്തു. ബാലു തൻ്റെ തെറ്റ് തിരിച്ചറിയുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും അത്യാഗ്രഹിയായ ബാലുവായി അവനൊരിക്കലും പെരുമാറിയിട്ടില്ല. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലായത്? നമുക്ക് ആവശ്യമുള്ളതിന് മാത്രം നമ്മൾ ആഗ്രഹിക്കുക. ആഗ്രഹങ്ങൾ എത്ര ഉയരത്തിൽ വേണമെങ്കിലും ആകാം, പക്ഷെ അതൊരിക്കലും അത്യാഗ്രഹമായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. കേട്ടോ കൂട്ടുകാരെ? കിട്ടുന്നതിൽ എപ്പോഴും സംതൃപ്തിയുള്ളവരാവണം നമ്മളെല്ലാവരും. അപ്പോൾ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീണ്ടും മറ്റൊരു കഥയുമായി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.